നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുൽത്താൻ ഇല്ലെങ്കിലും അവസാന നിമിഷത്തിൽ ആ ഒരു ഗോൾ നേടാനായില്ലെങ്കിൽ പിന്നിൽ നിന്ന ശേഷം തുടരെ 2 ഗോളുകളുമായി ജപ്പാനെതിരെ വിജയമുറപ്പിച്ച് ബ്രസീൽ. സുൽത്താൻ ഇല്ലാതെ കളി ജയിപ്പിച്ച് ബ്രസീൽ സ്വന്തം ആയുധം ജപ്പാനെ തിരിച്ചടിച്ചപ്പോൾ ഇന്നലത്തെ കളി ബ്രസീൽ ആരാധകരുടെ ശ്വാസം നിലച്ചുപോയ പോലെയാണ്. പിന്നിൽ നിന്ന ശേഷം തുടരെ 2 ഗോളുകളുമായി ജപ്പാനെതിരെ വിജയമുറപ്പിച്ച് ബ്രസീൽ 29-ാം മിനിറ്റിൽ കൈഷു സാനോയാണ് ജപ്പാനെ മുന്നിലെത്തിച്ചത്. 56-ാം മിനിറ്റിൽ കാസെമിറോയുടെ ഹെഡറിൽ ബ്രസീൽ ഗോൾ മടക്കി. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ഗബ്രിയൽ മാർട്ടിനെല്ലി കാനറികളുടെ വിജയ ഗോൾ നേടി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് ബ്രസീൽ വിജയ ഗോൾ നേടിയത്. ബ്രസീലിനെതിരായ പോരാട്ടത്തിന് മുമ്പ് ജാപ്പനീസ് ഫോർവേഡ് കെന്റോ ഷിയോഗായ് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തി. ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മറിന് ഇപ്പോൾ പഴയ പോലെ വീര്യമില്ലെന്നായിരുന്നു കെന്റോയുടെ കണ്ടെത്തൽ. ഒരു കാലത്ത് ഫുട്ബോളിന്റെ ബ്രസീലിൽ ഉണ്ടായിരുന്ന ആധിപത്യം ഇപ്പോഴില്ലെന്നും ജാപ്പനീസ് താരം പറഞ്ഞു വെച്ചു. ജാപ്പനീസ് താരത്തിന്റെ അസാധാരണമായ ഈ പ്രഖ്യാപനം ഗ്രൗണ്ടിൽ ബ്രസീലിലെ കൂടുതൽ പ്രചോദനമാകുമെന്നായിരുന്നു ക്യാപ്റ്റൻ മാർക്കിഞ്ഞോസിന്റെ വാക്കുകൾ. ബ്രസീൽ ഇപ്പോഴും ബ്രസീൽ തന്നെയാണെന്ന് മാർക്കിഞ്ഞോസ് തിരിച്ചടിച്ചു. ഒടുവിൽ നെയ്മർ ഇല്ലാതെ തന്നെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ബ്രസീൽ ജപ്പാന്റെ കഥ കഴിച്ചു. ആദ്യ പകുതിയിൽ 1-0 പിന്നിലായ ബ്രസീൽ 2-ാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പ്രീ ക്വാർട്ടർ എൻട്രിയും പിടിച്ചെടുത്തത്. 56-ാം മിനിറ്റിൽ കാസെമിറോയുടെ സമനില പിടിച്ച ബ്രസീൽ 90+6-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ മുന്നിലെത്തി. അവസാന മിനിറ്റുകളിൽ നിർണായക ഗോളുകൾ നേടി എതിരാളികളുടെ വഴിയടയ്ക്കുന്ന ജാപ്പനീസ് കറ്റാനയുടെ വേദന അവർക്ക് ഇന്നലെ മനസ്സിലായി കാണണം. 29-ാം മിനിറ്റിൽ കൈഷു സനോയിലൂടെ ലീഡ് എടുത്ത ശേഷം 2 ഗോളുകൾക്ക് വഴങ്ങിയ അപ്രതീക്ഷിതമായ പുറത്താകൽ ജാപ്പനീസ് ആരാധകർക്ക് കുറച്ചുകാലം വേദനയാകും. എങ്കിലും ഫേവറേറ്റുകളായ ബ്രസീലിലെ അവസാന മിനിറ്റ് വരെ വിറപ്പിച്ച ശേഷമാണ് മടങ്ങുന്നതെന്ന ആശ്വാസം ഏഷ്യൻ വമ്പന്മാരായ നീല സമുറായികൾക്ക് ഉണ്ടാകും. മത്സരത്തിൽ ആദ്യ 5 മിനിറ്റുകളിൽ തന്നെ ജാപ്പനീസ് ബോക്സിനരികിലേക്ക് 1-ലേറെ തവണ പന്തുമായി എത്തിയ ബ്രസീൽ ആത്മവിശ്വാസത്തോടെയാണ് കളി തുടങ്ങിയത്. ജപ്പാന്റെ പകുതിയിൽ ബോക്സിന് പുറത്തായി തുടർച്ചയായി ബ്രസീൽ മധ്യനിര പാസുകളുമായി നിറഞ്ഞു കളിച്ചു. കിട്ടിയ അവസരങ്ങളെല്ലാം പന്തുമായി ബ്രസീൽ മുന്നേറ്റ നിര ബോക്സിലേക്ക് കയറിയതോടെ ജാപ്പനീസ് ഗോൾ കീപ്പർ സിയോൺ സുസൂക്കിക്ക് പിടിപ്പത് പണിയായിരുന്നു. 12-ാം മിനിറ്റിൽ ബ്രസീൽ സൂപ്പർ താരം വിനീഷ്യസിനെ ചവിട്ടിയതിന് ജപ്പാന്റെ കൈഷു സനോ മത്സരത്തിന്റെ ആദ്യ യെല്ലോ കാർഡ് കണ്ടു. 14-ാം മിനിറ്റിൽ ബ്രസീൽ താരം മാത്യൂസ് തൊടുത്ത ഷോട്ട് ജാപ്പനീസ് ഗോളി സുസൂക്കി ഡൈവ് ചെയ്ത് തട്ടിക്കയറ്റി. പിന്നാലെ ലഭിച്ച കോർണറും ലക്ഷ്യത്തിലെത്തിക്കാൻ ബ്രസീലിന് സാധിച്ചില്ല. ജാപ്പനീസ് താരം ദായിച്ചി കമദയ്ക്ക് ലഭിച്ച ഫ്രീ കിക്കും പാഴായി. 27-ാം മിനിറ്റിൽ ജാപ്പനീസ് താരം ജുനിയ ഇറ്റോയുടെ കോർണറിൽ തലവെച്ച് അയാസെ ഇടയുടെ ഗോൾ ശ്രമം. പക്ഷേ ലക്ഷ്യം തെറ്റിയ ഹെഡർ ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി. 29-ാം മിനിറ്റിൽ ബ്രസീലിയൻ പ്രതിരോധ നിരയെ കീറി മുറിച്ച് ജപ്പാൻ ആദ്യ ലീഡ് എടുത്തു. ലോകകപ്പിൽ 2-ാം മത്സരം മാത്രം കളിക്കുന്ന 25 വയസ്സുകാരൻ കൈഷു സനോയുടെ ആദ്യ രാജ്യാന്തര ഗോളാണിത്. ബ്രസീൽ താരം ഡാനിയലയുടെ പാസ് മധ്യവരയ്ക്ക് സമീപത്ത് നിന്ന് തടഞ്ഞ സെനോ പന്തുമായി ഗ്രൗണ്ടിന് മധ്യഭാഗത്തിലൂടെ അതിവേഗം കുതിച്ചാണ് ബോക്സിലൂടെ മുന്നിൽ വെച്ച ഷൂട്ട് ചെയ്തത്. നിരന്നു നിന്ന ബ്രസീൽ പ്രതിരോധ താരങ്ങളും ഗോൾ കീപ്പർ അലിസൺ ബേക്കറും പരമാവധി ശ്രമിച്ചിട്ടും താരത്തിന്റെ നെടുനീളൻ ഷോട്ട് തടുക്കാനായില്ല. ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പാളിച്ച മുതലെടുത്ത് അടിച്ചു കയറ്റിയ ഗോൾ. ഇതോടെ ജപ്പാൻ 1 ബ്രസീൽ 0 ഗോൾ വഴങ്ങിയതോടെ ആദ്യ പകുതിയിൽ തന്നെ സമനില പിടിക്കാനുള്ള നീക്കങ്ങൾ ബ്രസീൽ തുടങ്ങിയിരുന്നു. 34-ാം മിനിറ്റിൽ ബ്രൂണോ ഗിമോറസിന്റെ ക്രോസിൽ വിനീഷ്യസ് ജൂനിയർ ഗോൾ ശ്രമം നടത്തിയെങ്കിലും ജാപ്പനീസ് ഗോൾ കീപ്പർ വീണ്ടും രക്ഷകനായി. പിന്നാലെ ലുക്കാസ് പക്കേറ്റയും മത്യൂസും ഗോൾ നീക്കങ്ങളുമായി മുന്നേറിയപ്പോഴും ആദ്യ പകുതിയിൽ ജപ്പാൻ ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലുക്കാസ് പക്കേറ്റോയെ പിൻവലിച്ച ബ്രസീൽ കോച്ച് കാർലോ ആൻചലോട്ടി പകരക്കാരനായി യുവതാരം എൻറിക്കിനെ ഗ്രൗണ്ടിലിറക്കി. ബ്രസീൽ മധ്യനിരയിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് മുന്നിലേക്ക് കുതിച്ച ഡൈസൺ മയേദയെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് 48-ാം മിനിറ്റിൽ ബ്രസീൽ താരം ഡനിലോ യെല്ലോ കാർഡ് കണ്ടു. 52-ാം മിനിറ്റിൽ ജാപ്പനീസ് ഗോൾ ഏരിയയിൽ പന്ത് ലഭിച്ച ബ്രൂണോ ഗിമോറസ് തകർപ്പനൊരു ഹെഡറിലൂടെ ലക്ഷ്യം കാണാൻ ശ്രമിച്ചു. എന്നാൽ സുസൂക്കിയുടെ അതിലും മികച്ച സേവ് രക്ഷയായി. തൊട്ടു പിന്നാലെ കാസെമിറോയുടെ ഗോൾ ശ്രമവും ഗോൾ പോസ്റ്റിന് മുന്നിലെ കൂട്ടപ്പൊരിച്ചിലൊടുവിൽ ജപ്പാൻ പ്രതിരോധിച്ചു. ഗോൾ ലൈനിൽ വെച്ച് ടോമിയാസുവും റീബൗണ്ടിൽ ഗോൾ കീപ്പർ സുസൂക്കിയാണ് പന്ത് തടുത്തിട്ടത്.
തുടർച്ചയായുള്ള ബ്രസീലിയൻ ആക്രമണങ്ങളിൽ വലഞ്ഞ ജപ്പാനെ 56-ാം മിനിറ്റിൽ പിഴവ് സംഭവിച്ചു. ഗബ്രിയൽ മഗാൽഹേസ് ഗോൾ ഏരിയയിലേക്ക് ഉയർത്തി നൽകിയ പന്തിൽ തലവെച്ച് ഗോളടിച്ചത് കാസമിറോ. ഇത്തവണ ഗോളി സുസുക്കിയും ജപ്പാനെ രക്ഷിക്കാനായില്ല. ജാപ്പനീസ് പ്രതിരോധ താരങ്ങളുടെ ഉയരക്കുറവ് മുതലെടുത്താണ് കാസമിറോ ബ്രസീലിനെ ഒപ്പമെത്തിച്ചത്. സ്കോർ 1-1 സമനില പിടിച്ചതോടെ ആദ്യമായി മത്സരത്തിൽ ലീഡെടുക്കാനായി ബ്രസീലിന്റെ ശ്രമങ്ങൾ. 58-ാം മിനിറ്റിൽ വിനീസിയൂസ് ജൂനിയറിന്റെ ഷോട്ട് ജാപ്പനീസ് ഗോൾ കീപ്പറുടെ കയ്യിലും പോസ്റ്റിലും തട്ടിയാണ് പുറത്തേക്ക് പോയത്. കൗണ്ടർ ആക്രമണങ്ങളിൽ അതിവേഗ നീക്കങ്ങളുമായി ജപ്പാനും രണ്ടാം ഗോളിനായി സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരുന്നു. 64-ാം മിനിറ്റിൽ പന്തുമായി ബ്രസീൽ ബോക്സിലേക്ക് ഇരച്ചെത്തിയ അയാസെ ഉഡയുടെ ഷോട്ട് ബ്രസീൽ ഗോളി അലിസൺ ബക്കർ പിടിച്ചെടുത്തു. 65-ാം മിനിറ്റിൽ മാത്യൂസ് പിൻവലിഞ്ഞ് ഗബ്രിയൽ മാർട്ടിനെല്ലിയെ ബ്രസീൽ ഇറക്കി. പിന്നാലെ ജപ്പാൻ 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ പരീക്ഷിച്ചു. ജുനുസുകെ സുസുക്കിയും യുക്കി നാരി സുഗാവരയും കളത്തിലിറങ്ങി. പക്ഷേ ലീഡ് വഴങ്ങാതെ ജപ്പാൻ പിടിച്ചു നിന്നു. 78-ാം മിനിറ്റ് അയോ ടനാക്കയും ഷുട്ടോ മച്ചിനോയും കളത്തിലിറക്കിയ ജപ്പാൻ അവസാന മിനിറ്റുകളിൽ വേഗമാർന്ന നീക്കങ്ങൾ ആരംഭിച്ചു. 84-ാം മിനിറ്റിൽ ബ്രസീൽ താരം ഡാനിലോയോ വീഴ്ത്തിയതിനെ ജുനോസുകെ സുസുക്കി യെല്ലോ കാർഡ് കണ്ടു. പിന്നാലെ റയാൻ എടുത്ത ഫ്രീ കിക്കിനും അതിന് പിന്നാലെ ലഭിച്ച കോർണറും ലക്ഷ്യത്തിലെത്തിക്കാൻ ബ്രസീലിന് സാധിച്ചില്ല. അവസാന മിനിറ്റുകളിൽ ബ്രസീലിന് തുടർച്ചയായി ലഭിക്കുന്ന സെറ്റ് പീസുകൾ ജപ്പാനെ കുറച്ചൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കിയത്. രണ്ടാം പകുതിക്ക് 6 മിനിറ്റാണ് ഇഞ്ചറി ടൈമായി റഫറി അനുവദിച്ചത്. 90+5-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. അപകടകരമായ പൊസിഷനിൽ പന്ത് ലഭിച്ച റയാൻ ബ്രൂണോ ഗിമറസിനും അവിടെ നിന്ന് പകരക്കാരൻ മാർട്ടിനെല്ലിക്കും പന്ത് നൽകി. ഒരു ടച്ചിന് ശേഷം ജാപ്പനീസ് ബോക്സിന്റെ മൂലയിലേക്ക് ബ്രസീൽ താരം ലക്ഷ്യമിട്ടു. ജാപ്പനീസ് ഗോളി സുസുക്കി പരമാവധി ഡൈവ് ചെയ്തിട്ടും സേവ് സാധ്യമായില്ല. ഇതോടെ ബ്രസീൽ 2-1 മുന്നിൽ. പിന്നാലെ റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കി. പ്രീ ക്വാർട്ടറിൽ ഐവറി കോസ്റ്റ് നോർവേ പോരാട്ടത്തിലെ വിജയികളാണ് ബ്രസീലിന്റെ എതിരാളികൾ. നോക്കൌട്ടിലെ ദൗർഭാഗ്യത്തെ ഒരിക്കൽ കൂടി പഴിച്ച് ജപ്പാനിന് നാട്ടിലേക്ക് മടങ്ങാം.